ഹായ് ഓൾ. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാനും ചെയിൻ സ്റ്റിച്ച് ഇടാനും സിംഗിൾ ക്രോഷ്യ ചെയ്യാനൊക്കെയാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇത് ഫസ്റ്റ് ചെയിനാണ്, ഇത് സെക്കൻഡ് ചെയിൻ ആൻഡ് ഇതാണ് തേർഡ് ചെയിൻ. ഈ ഒരു സ്പേസിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഹുക്ക് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ യാൺ ഓവർ ചെയ്യണം. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നില്ല, ഹാഫ് ഡബിൾ ക്രോഷ്യ തൊട്ട് യാൺ ഓവർ ചെയ്യാനുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ യാൺ ഓവർ ചെയ്തു, ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്തു. അപ്പോൾ നമുക്കിതേപോലെ 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് 3 ലൂപ്പിനുള്ളിലൂടെയും പുൾ ത്രൂ ചെയ്യാം. ഇങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത ചെയിനിലേക്ക് ഒന്നുകൂടെ ചെയ്തു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ദെൻ യാൺ ഓവർ, 3 ലൂപ്പിനുള്ളിലൂടെയും പുൾ ത്രൂ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബാക്കിയുള്ള ചെയിനുകളിലേക്ക് ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതേപോലെയുള്ള ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും.